നിങ്ങൾക്ക് സമ്പന്നമായ ഒരു ജീവിതം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? അതിനുള്ള വഴികൾ കൃത്യമായിട്ട് പറഞ്ഞു തരാൻ ഒരാളില്ല, അല്ലെങ്കിൽ എങ്ങനെയാണ് സമ്പത്ത് സൃഷ്ടിക്കേണ്ടത് എന്ന് നിങ്ങൾക്ക് അറിയാത്തൊരു വ്യക്തിയാണോ നിങ്ങൾ? ഞാനൊരു കാര്യം തീർത്ത് പറയാം, നമ്മൾക്ക് ട്രെയിനർ, കോച്ച് അല്ലെങ്കിൽ ടീച്ചർ ഇതൊക്കെ കൃത്യമായ രീതിയിൽ നമുക്ക് ആവശ്യമുണ്ട്. വണ്ടി ഓടിക്കാൻ നമ്മൾ പഠിച്ചത് ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ പോയിട്ടല്ലേ, അല്ലെങ്കിൽ ഒരു വണ്ടി ഓടിക്കാൻ അറിയുന്ന ഒരു ഡ്രൈവർ നമ്മളെ പഠിപ്പിച്ചിട്ടല്ലേ? നമ്മുടെ സുഹൃത്തായിരിക്കാം, ചിലപ്പോൾ നമ്മളുടെ മാതാപിതാക്കളായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളായിരിക്കാം. കൃത്യമായിട്ട് ഒരാൾ നമ്മളെ ഇതൊക്കെ പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. എഴുത്തും വായനയും ഒക്കെ നമ്മൾ പഠിച്ചിരിക്കുന്നതും അങ്ങനെ തന്നെ. സ്കൂളിൽ പോയി ടീച്ചർ തറ പറ ആ ആ ഈ എന്നൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ പൈസയെ കുറിച്ച്, സമ്പത്തിനെ കുറിച്ച്, എങ്ങനെയാണ് പണം കൈകാര്യം ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് സ്കൂളിലോ കോളേജിലോ ഇനി നമ്മുടെ സുഹൃത്തുക്കളോ ഇതിനെക്കുറിച്ച് ആരും നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. സ്വാഭാവികമായി അതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പത്തിക ശീലങ്ങൾ ശരിയല്ല. ഈ സാമ്പത്തിക ശീലങ്ങൾ ശരിയല്ലെങ്കിൽ എന്താ പ്രശ്നം? തീർച്ചയായും നമ്മുടെ സാമ്പത്തിക അവസ്ഥ മോശമായിരിക്കും. ഇപ്പൊ ഉദാഹരണത്തിന് വണ്ടി ഓടിക്കാൻ അറിയാത്ത ഒരാൾ വണ്ടി ഓടിച്ചാൽ എങ്ങനെയിരിക്കും? അപകടം പറ്റൂല്ലേ? അപകടം പറ്റിയാൽ അവർക്കും പരിക്കുണ്ടാകാം, അടുത്തുള്ളവർക്കും പരിക്കുണ്ടാകാം. ഇതുപോലെയാണ് നമ്മളുടെ നിത്യജീവിതത്തിലും പണം കൈകാര്യം ചെയ്യുന്നതിന്റെ പ്രശ്നങ്ങൾ. ഇപ്പോൾ കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് ചിലപ്പോൾ പുരുഷനായിരിക്കാം, ഏണിംഗ് മെമ്പർ മേ ബി പുരുഷനായിരിക്കാം, ചിലപ്പോൾ സ്ത്രീ ആയിരിക്കാം. ഇവരെ ആശ്രയിച്ച് ജീവിക്കുന്ന മറ്റു വ്യക്തികളെ അവരുടെ തെറ്റായ സാമ്പത്തിക ശീലങ്ങൾ ഉണ്ടെങ്കിൽ ഇത് ഇവരുടെ ജീവിതത്തെയും ആകെ മൊത്തമുള്ള ഫാമിലി ലൈഫിനെയും ബാധിക്കാം. സാമ്പത്തിക പ്രശ്നങ്ങളാണ്, പ്രതിസന്ധികളാണ് മിക്ക കുടുംബങ്ങളുടെയും കുടുംബ കലഹങ്ങളുടെയും പ്രശ്നങ്ങളുടെയും മൂലകാരണമായി പ്രവർത്തിക്കുന്നത്. വിവാഹമോചനത്തിന്റെയും സംഭവിക്കുന്നതും ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒന്നല്ല. പെരുകുന്ന ആത്മഹത്യകൾ, കുടുംബ പ്രശ്നങ്ങൾ, സാമൂഹിക പ്രശ്നങ്ങൾ, ഉയരുന്ന കുറ്റത്തിന്റെ നിരക്ക്, ഇതൊക്കെ ഒരു കാരണം ഇതായിട്ടുണ്ട്. അപ്പോ ഇതൊന്നും ഇല്ലാത്ത സമൂഹവും സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന വ്യക്തികളുമാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പണം കൃത്യമായി മാനേജ് ചെയ്യാൻ കഴിയുക, അതിനെക്കുറിച്ച് കൃത്യമായ അറിവുണ്ടാകുക, അതിനനുസരിച്ച് ക്രമപ്പെടുത്തുക, നമ്മുടെ സാമ്പത്തിക ജീവിതം അഭിവൃദ്ധിപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോ ഞാൻ നിങ്ങളെ ഈ പറയുന്ന കാര്യത്തിന് എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയും. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളതാണ്. ഇത്രയും നേരം നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉണ്ടല്ലോ, അവർക്കും ഈ വീഡിയോ അയച്ചു കൊടുക്കുക. സമാന മനസ്കരാണെങ്കിൽ those who are looking for growing their life, growing their wealth and abundance life, those who are interested in this, please follow this channel.